ഹലോ. അവരെ കുഞ്ഞാപ്പി രാവിലെ സ്കൂളിലോട്ട് പോയാണ്. രാവിലെ മടിയിലണ്ടൊക്കെ ഗുഡ് ബോയ് ആയിട്ടൊക്കെ എണീറ്റിട്ടാ. അപ്പൊ കുഞ്ഞാപ്പിക്ക് പുതിയ ബാഗും കൊടയൊക്കെ കിട്ടിയിട്ടെന്നല്ല. അതെ അതിൽ അച്ഛൻ പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. വണ്ടി വരാൻ സമയം 9 മണി കഴിയുമ്പോ വണ്ടി വരും. ചിലപ്പോ നേരത്തെ വരും. അപ്പൊ ഞാനപ്പോ വേറെ ബാഗ് മാറിപ്പോരുന്നല്ല. അപ്പൊ ഇത്തിരി വലിയ ബാഗ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗ് പുതിയത് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മള് മേടിക്കണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് കിട്ടണം. എല്ലാ കൊല്ലം കിട്ടും. 4ാം ക്ലാസ് വരെ എപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗ് ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആദ്യം കുഞ്ഞാൽ ചേർത്ത സ്കൂളിൽ നിന്ന് ബാഗ് ഒരു സാധനം കിട്ടൂല. സ്പോൺസർ കിട്ടിയിട്ടും അവര് ബാഗ് നമുക്ക് തന്നെ അവര് മാറ്റി വെച്ച് മറിച്ച് വിൽക്കണ പരിപാടിയൊക്കെ അവര് കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യം. സ്പോൺസർ കിട്ടി പിള്ളേർക്ക് ബാഗ് 1-2 പിള്ളേർക്ക് ബാഗ്. പിന്നെ ആ ബാഗ് കിട്ടിയില്ല. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ആകെ 6-8 പിള്ളേരുണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ 4ാം ക്ലാസ് വരെ പിള്ളേർക്ക് കൊടുക്കാനുള്ളത്. കിട്ടാത്തത് തൊപ്പി ഒരാൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. പക്ഷെ ടീച്ചർ പറഞ്ഞ തൊപ്പി വരുന്നല്ല, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണമല്ലോ 4ാം ക്ലാസ് വരെ. അപ്പൊ കുറച്ച് തൊപ്പിയെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ കുറച്ച് പേരുടെയും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് തൊപ്പി പിള്ളേർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യൂണിഫോം ഒരെണ്ണം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ള ഫാഷൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരെണ്ണം യൂണിഫോം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ചിലവ് വരുള്ളൂ. അപ്പോൾ ടീച്ചർ പറഞ്ഞ് നമുക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, ഒരെണ്ണത്തിൻ്റെ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് വർഷം ബുക്കും കിട്ടി അല്ലേ കുഞ്ഞാ. യൂണിഫോം കിട്ടിയിട്ടില്ല. യൂണിഫോം അവർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് റെഡിമെയ്ഡായിട്ട് കിട്ടാന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് തയ്ക്കേണ്ട ബുദ്ധിമുട്ട് വരില്ലല്ലോ. വണ്ടി വന്നത് അപ്പൊ ഇപ്പൊ തന്നെ വണ്ടി കുറച്ച് കഴിയുമ്പോ വരും. വണ്ടി കയറ്റി വരണം. എനിക്കാണെങ്കിൽ ഒരു ചെറിയ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പനിയും പിടിച്ച് ചെറുതായിട്ട്. അപ്പൊ കുഞ്ഞനെ എൻ്റെ രാവിലെ 2 ചീത്തയും കേട്ട് ഇങ്ങനെ ഇരിക്കേണ്ട സംഭവം. അച്ഛൻ കരയിപ്പിച്ച്. എന്നിട്ട് ആരാണ് കരഞ്ഞത്? അമ്മ തല്ലിയപ്പോ കരഞ്ഞ്. സത്യം പന്നാണ്ട. അതാണ് അമ്മ മോനോട് ഇതിട്ടാ. ഭയങ്കര സ്നേഹമാണ്. കണ്ടില്ലേ ഉണ്ടാ? അമ്മ മോനും ഭയങ്കര സ്നേഹമാണ്. നിങ്ങളുടെ കൂടെ തല്ലു പിടിക്കും. എന്നിട്ട് അപ്പൊ ഇത്രയോടെ ചെറിയൊരു വീഡിയോ ആയിട്ട് മോർണിംഗ് ആയിട്ട് വന്നത്. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ.